സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തതിൻ്റെ കമ്മീഷൻ നൽകാൻ സർക്കാർ ഉത്തരവായി. കോവിഡ് കാലത്തടക്കം വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റാണ് കമ്മീഷനായി ഈ കിറ്റിനാണ് കമ്മീഷൻ കൊടുക്കുക. പണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച റേഷൻ കടക്കാർക്ക് മാത്രമേ ഈ കമ്മീഷൻ ലഭിക്കൂ എന്നുള്ളത് മറ്റൊരു പരാതിക്ക് കാരണമായി. അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കോവിഡ് സമയത്തും അതിനുശേഷം സർക്കാർ ഈ റേഷൻ വ്യാപാരികൾ മുഖേന പൊതുജനങ്ങൾക്ക് നൽകിയ ഈ കിറ്റിന്റെ കമ്മീഷൻ സർക്കാർ ഇത്രയും കാലമായി നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്ന് റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയും അതിനുശേഷം സുപ്രീം കോടതിയും ഒക്കെ സമീപിച്ചിരുന്നു. ഈ കിറ്റിന്റെ കമ്മീഷൻ തുക നൽകാനാണ്, അത് ഭാഗികമായിട്ട് നൽകാനാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നിലവിൽ 17 കോടി രൂപയാണ് കമ്മീഷനായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് കൊടുക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 17,22,43,000 രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. കേസിന് പോയ റേഷൻ വ്യാപാരികൾക്ക് മാത്രമാകും ഈ കമ്മീഷൻ തുക ലഭിക്കുക. ഏതാണ്ട് 9,000-ഓളം റേഷൻ വ്യാപാരികളാണ് കേസിന് പോയിട്ടുള്ളത്. ഇനിയും 4,000-ഓളം റേഷൻ വ്യാപാരികൾക്ക് അവരാരും കേസിന് പോയിട്ടില്ല, അവർക്കും പണം ലഭിക്കേണ്ടതുണ്ട്. മൊത്തം ഏതാണ്ട് 50 കോടിയോളം രൂപയാണ് ഈ കമ്മീഷൻ ഇനത്തിൽ മാത്രം റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകാനുള്ളത്. ഈ ഓണക്കാലം അനുബന്ധിച്ച് റേഷൻ വ്യാപാരികൾ ഈ സമരവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർക്കാരിനത് വലിയ തിരിച്ചടിയാം. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കേസിന് പോയ വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഉത്തരവിലൂടെ. താങ്ക് യു അജീഷ് ജയകുമാർ.